വൈറ്റ് റോക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. അവിടുത്തെ ഏറ്റവും വലിയൊരു അത്ഭുത കാഴ്ച എന്ന് പറയുന്നത്, ഗുഡ് മോർണിംഗ് എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രൊവിൻസിലുള്ള വൈറ്റ് റോക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ആഴ്ച ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. ശനി, ഞായർ, തിങ്കളാഴ്ച അവധിയായിരുന്നു. തിങ്കളാഴ്ച എനിക്ക് അവിടെ US ഹോളിഡേ ആയതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ഇട്ടിങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകാം, തിയേറ്ററിൽ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഫ്രണ്ട്സ് വിളിച്ചത്, എന്നാൽ നമുക്ക് വൈറ്റ് റോക്ക് പോയാലോ. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് പോയേക്കാം. ഞങ്ങളെല്ലാവരും കൂടെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് വൈറ്റ് റോക്കിലേക്ക് പുറപ്പെട്ടു. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഒരാഴ്ചത്തെ ജോലി കഴിഞ്ഞിട്ട് മൈൻഡൊക്കെ നല്ല രീതിയിൽ റിഫ്രഷ് ആയ ഒരു യാത്രയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ഫ്രഷ്നെസ് അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കും വീഡിയോ കണ്ട് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 2 മണിയായപ്പോൾ ഇറങ്ങി. ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ബസ് കയറി വൈറ്റ് റോക്ക് സെൻട്രൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി. അപ്പോൾ ഈ ബസ് കയറുന്നതും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. വൈറ്റ് റോക്ക് സെൻട്രലിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ ബസ്സായിരുന്നു കേട്ടോ. വളരെ രസമാണ് അതിലിരിക്കാൻ വേണ്ടി. നമ്മുടെ കുഞ്ഞ് വണ്ടിയിലിരിക്കുന്ന പോലെ, പക്ഷേ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ഡ്രൈവറായിരുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ലേഡി ബസ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ന്യൂസാണ് അല്ലേ. ഈ ഇടയ്ക്ക് തന്നെ ഒരു ടാങ്കർ ലോറി ഓടിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയൊക്കെ യൂട്യൂബിൽ ഭയങ്കര വൈറലായിരുന്നു. പക്ഷേ ഇവിടെ കാനഡയിൽ ഇത് വളരെ കോമൺ ആണ്. ഒരുപാട് ലേഡി ഡ്രൈവേഴ്സ് ഉണ്ട്. അവരൊക്കെ വളരെ എക്സ്പേർട്ടുമാണ്, പ്രൊഫഷണലുമാണ്. അവരൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് കൊതിയാവും, ഇതെങ്ങനെ സാധിക്കുന്നു ഇത്രയും നന്നായിട്ട് വണ്ടി ഓടിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് പൊതുവേ ഡ്രൈവിങ് വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ഒരു ബീച്ചിൻ്റെ സൈഡിലേക്കാണ്. ബീച്ച് എന്ന് പറഞ്ഞൊരു ക്ലിഫ് പോലെ കുറച്ചൊരു ഹൈറ്റിലാണ് അത് ഇരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. ഈ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളംബിയയും വാഷിങ്ടണെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റെയിൽവേ ലൈനിലാണ്. അത് ഗുഡ്സ് ട്രെയിനാണ് കൂടുതലും അതിലെ പാസ് ചെയ്ത് പോകുന്നത്. ഈ റെയിൽവേ ലൈൻ വഴി ട്രെയിൻ പാസ് ചെയ്യുന്ന കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരാണ് അവിടെ എത്തുന്നത്. അത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്, പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ. നമ്മളിങ്ങനെ നടപ്പാത വഴി മുന്നോട്ട് നടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ റെയിൽപാത ഇങ്ങനെ കടന്നു പോകുന്നു. മറു സൈഡിൽ ഒരു നഗരം, വൈറ്റ് റോക്ക് എന്ന് പറയുന്ന ചെറിയൊരു നഗരം, ആരെയെല്ലാമോ കാത്ത്. അതായത് ഒരുപാട് വരുന്ന കാഴ്ചക്കാരെ അല്ലെങ്കിൽ ആ നഗരത്തിലേക്ക് എത്തുന്ന വിരുന്നുകാരെ ഒക്കെ കാത്ത് ആ നഗരം ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ആ കടകളിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു, ബിയർ കഴിക്കുന്നു. അങ്ങനെ ഒരുപാട് വൈവിധ്യമാർന്ന കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ നടക്കുന്ന നടപ്പാതയുടെ ഒരു സൈഡിൽ കുറേ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവിടെ കുറച്ച് ആർട്സ് പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് വയലിൻ വായിക്കുക, അല്ലെങ്കിൽ പാട്ട് പാടുക, അതുപോലെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ കുറേ വഴിയോര കച്ചവടക്കാരുണ്ട്, ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാർ, പിന്നെ ഹോട്ട് ഡോഗ്സ്, ബണ്ണുകൾ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ, വിവിധങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. കുറച്ച് മെക്സിക്കൻ ഫുഡ്സ് ഉണ്ട്, അതുപോലെ തായ് ഫുഡുണ്ട്, ചൈനീസ് ഫുഡുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നത് ഒരു പച്ച വിരിച്ച പോലത്തെ, ഒരു പച്ച പരവതാനി കിടക്കുന്ന പോലെ നല്ല മനോഹരമായ ഒരു ലോണാണ്. അതായത് പുല്ലുകൾ നട്ടുപിടിപ്പിച്ച ഒരു സ്ഥലത്തേക്കാണ്. അവിടെ കുറേ ആൾക്കാരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുമായി കളിക്കാൻ വന്നവരുണ്ട്, ഇതുപോലെ വീക്കെൻഡുകളിൽ സമയം സ്പെൻഡ് ചെയ്യാൻ വന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഈ പുല്ല് വിരിച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഫൗണ്ടൻ ഉണ്ട്. ആ ഫൗണ്ടൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 സെക്കൻഡ് വെള്ളം നിൽക്കും, പിന്നെ വീണ്ടും വെള്ളം മുകളിലേക്ക് തെറിക്കാൻ തുടങ്ങും. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നത് വളരെ രസമാണ്. അവർ വെള്ളം ദേഹത്ത് വീഴാതെ അതിലെ ഓടി നടക്കുന്നു, ദേഹത്ത് വീഴുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നു. അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇവരുടെ കൂടെ ഒരുപാട് പ്രായമായ ആൾക്കാരും അവരും ഒരു നിമിഷം കുട്ടികളായിട്ട് മാറുവാണ്. ആ കാഴ്ചകളൊക്കെ നമ്മളത് കാണുമ്പോൾ വിചാരിക്കും, എന്ത് രസമാണ്, ഇങ്ങനെ വേണം മനുഷ്യന് ജീവിക്കാൻ. എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കുട്ടിത്തം കൊണ്ട് നടക്കാൻ പറ്റണം, എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റണം. അത് വളരെ വളരെ മനോഹരമായൊരു കാഴ്ചയും വളരെ മനോഹരമായൊരു ഫീലിങ്ങുമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് 2 സ്ഥലങ്ങളുണ്ട്. അവിടെ വൈറ്റ് റോക്ക് പിയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ വൈറ്റ് റോക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണമായ യഥാർത്ഥ ആ വെള്ളക്കല്ല് വൈറ്റ് റോക്ക് അവിടെയുണ്ട്. അപ്പോൾ ഈ 2 കാഴ്ചകളാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ആൾക്കാരെ കൂടുതലും അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന 2 കാഴ്ചകളാണത്. ഇതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു കാഴ്ച എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പടിക്കെട്ടുകളുണ്ട് ആ ഇടത് സൈഡിലായിട്ട്. അതുവഴി കയറി ഇതിൻ്റെ ഏറ്റവും മുകളിൽ ചെന്നു. 100 മീറ്റർ മുകളിൽ ചെന്നു. 100 മീറ്റർ മുകളിൽ ചെന്നിട്ട് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു കാഴ്ച കിട്ടും. അത് വളരെ ഭംഗിയാണ്. ഒരു സൈഡിൽ നീല കളറിൽ കടൽ, അതിനെ തഴുകിക്കൊണ്ടിങ്ങനെ ആകാശം കിടക്കുന്നു. മറു സൈഡിൽ ഈ വൈറ്റ് റോക്ക്, അതിനെ രണ്ടിനെയും മുറിച്ചുകൊണ്ട് ഒരു പാലം, ഒരു 480 മീറ്ററോളം നീളമുള്ള ഒരു കടൽപ്പാലം കടലിലേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നു.
ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അവരൊരു ദൂരദർശിനിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊരു ബൈനോക്കുലർ പോലത്തെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതിലെ നോക്കിയാൽ കുറച്ച് മങ്ങിയ വെള്ളത്തുള്ളികൾ മാത്രം അതിനുള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ പടിക്കെട്ടിയിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി കടൽപ്പാലത്തിൻ്റെ സൈഡിലേക്ക് നടന്നു. ഈ കടൽപ്പാലത്തിലേക്ക് നടക്കുന്ന വഴി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. കുറേ ആൾക്കാർ അവരുടെ പെറ്റ്സുമായിട്ട് പട്ടികളൊക്കെ ആയിട്ട് വരുന്നു. എന്നിട്ട് കുറേ കുട്ടികൾ ഈ പട്ടിക്കുഞ്ഞുങ്ങളെയും പട്ടികളെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ അവരെ തലോടാൻ പോകുന്നു. അതുപോലെ കുറച്ച് ആൾക്കാർ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. പല വേഷവിധാനത്തിൽ അവർ റെയിൽവേ ലൈനിലൊക്കെ നിന്ന് വളരെ മനോഹരമായ ഫോട്ടോകൾ ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഇതെല്ലാം കടന്നിട്ടാണ് നമ്മൾ മുമ്പോട്ട് പിയറിലേക്ക് നടക്കുന്ന കടൽപ്പാലത്തിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അത് വലിയൊരു ആർച്ചാണ് ആദ്യം കാണിക്കുന്നത്. വൈറ്റ് റോക്ക് പിയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1914 ഇത് പണി കഴിപ്പിച്ചത്. അതിനുശേഷം 2018 ഒരു വലിയ സ്റ്റോം വന്ന് ഇതിൻ്റെ ഭൂരിഭാഗവും തകർന്നു പോയി. ആ സ്റ്റോമിൽ കുറേ ബോട്ടുകളൊക്കെ വന്ന് അടിച്ച് പാലത്തിൻ്റെ ഭൂരിഭാഗം തകർന്നു പോയി. 10-25 ബോട്ടുകൾ മുങ്ങിപ്പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് 2019 അവസാനത്തോടു കൂടി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യയിലാണെങ്കിൽ എന്തെങ്കിലും എക്സിസ്റ്റിംഗ് സാധനം പൊളിഞ്ഞ് വീണാൽ എത്ര നാളെടുക്കും ഇതൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് പുതിയതായിട്ട് നിർമ്മിച്ചെടുക്കാൻ. ഇവിടെ വെറും 1 വർഷം കൊണ്ട് അവരതിൻ്റെ കംപ്ലീറ്റ് പണി പൂർത്തിയാക്കി വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. 2018 പൊളിഞ്ഞ പാലം 2019 വീണ്ടും പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് വേണ്ടി അത് തുറന്നു കൊടുത്തു. ഇത്രയും കുറഞ്ഞ പോപ്പുലേഷനുള്ള, ഇത്രയും ആൾക്കാർ, റിസോഴ്സുകൾ ഇല്ലാത്ത ഒരു രാജ്യം അത് ചെയ്തെങ്കിൽ നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ? പിന്നീട് നമ്മൾ ഈ ആർച്ച് വഴി മുന്നോട്ട് നടക്കുന്ന സമയത്ത് ഓരോ ചെറിയ തടിയുടെ കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളല്ല, അത്യാവശ്യം വലിപ്പം തന്നെയുള്ള, നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ പല കഷ്ണങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ തടി കഷ്ണങ്ങളും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. മരിച്ചുപോയ ആരെങ്കിലും ഫാമിലി മെമ്പറുടെ പേരിൽ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും പേരിൽ അങ്ങനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഓരോ തടി കഷ്ണങ്ങളും ചേർത്താണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അവർ ഓരോ തവണ അവിടെ ചെല്ലുമ്പോഴും അവരുടെ പ്രിയപ്പെട്ടവരെ അവർ ഓർക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അത് കണ്ട് നമ്മൾ ആലോചിക്കും, ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം, കാലം എന്നോ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇന്ന ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി. അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ പാലത്തിൻ്റെ അവസാനത്തിലേക്ക്, അതായത് ആ എൻഡിലേക്ക് ചെല്ലുമ്പോൾ ഇടത് സൈഡിലേക്ക് നമുക്ക് താഴോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് പോയി നിൽക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കുറേ സ്റ്റാർ ഫിഷുകളെയൊക്കെ കാണാൻ പറ്റും. ഈ പാർക്കെല്ലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ ഷേപ്പുള്ള മത്സ്യങ്ങൾ. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു അത്ഭുത കാഴ്ച എന്ന് പറയുന്നത്, ആ പാലത്തിൻ്റെ അറ്റത്ത് നിന്ന് അക്കരെ കാണുന്നത് US ആണ്, അമേരിക്കയാണ്. അമേരിക്കയോട് ഏറ്റവും ചേർന്ന് എന്നാണോ ഞാൻ പോയി നിന്നത് അത് ഇന്നാണ്. ആ ഒരു കാഴ്ച വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അവിടെ നിന്നൊന്ന് കൂകി വിളിച്ചാൽ ചിലപ്പോൾ ജോ ബൈഡൻ കേട്ടെന്ന് വരും, അത്ര അടുത്താണ്. ശരിക്കും ആ ഒരു ബോർഡർ അവിടെ ഇല്ല. ഈ പാലം കഴിഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ആ കടലിന് നടുക്കൂടെ ഒരു ഇമാജിനറി ലൈൻ പോയിട്ടുണ്ട്. ആ ലൈനാണ് ബോർഡറായിട്ട് അവർ കണക്കാക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു മത്സ്യബന്ധന ബോട്ടോ അല്ലെങ്കിൽ ഒരു സാധാരണ ബോട്ടോ അങ്ങോട്ട് കടന്നെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും പെർമിഷൻസൊക്കെ കാണും. കാരണം ബോട്ടുകളൊക്കെ ഞാൻ പോകുന്ന കണ്ടിരുന്നു. ഞാനവിടെ നിന്ന സമയത്ത് 2-3 ചേട്ടന്മാർ അവിടെ നിന്ന് ഞണ്ടിനെ പിടിക്കുന്നുണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള ഞണ്ടുകളാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർക്കൊരു ഞണ്ടിനെ പിടിക്കാനുള്ള ഒരു പ്രത്യേക ട്രാപ്പുണ്ട്. ആ ട്രാപ്പിനുള്ളിലേക്ക് ചിക്കൻ്റെ കാല്, അതുപോലെ പല ഭാഗങ്ങളും വെക്കും. എന്നിട്ട് ഇവർ ഒരു കയറിൽ കെട്ടി ഇത് വെള്ളത്തിൽ മുക്കി വെക്കും. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ ഞണ്ട് ഇത് തിന്നാൻ വന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഈ ഓപ്പൺ ആവുന്ന ക്ലോസ് ആവുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ്. അത് ക്ലോസ് ആവും. അന്നേരം ഇവർ പൊക്കിയെടുത്തിട്ട് ഈ ഞണ്ടിനെ ബക്കറ്റിലെടുത്തിട്ട് വീട്ടിൽ പോകും. ഒരു ചേട്ടൻ ഞണ്ടിനെ പിടിക്കാൻ കൊണ്ടുവന്നതാണോ അതോ ഞണ്ടിന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുകയാണോ എന്ന് സംശയം തോന്നി. അതുപോലെ ഒരാൾക്ക് കഴിക്കാനുള്ള ഫുൾ ചിക്കൻ ആ ട്രാപ്പിനകത്തുണ്ടായിരുന്നു. ഞണ്ടത് മൊത്തം കഴിച്ചിട്ട് പോയതല്ലാതെ ആ ചേട്ടൻ ഒരു ഞണ്ടിനെ പോലും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് പാലത്തിൽ നിന്ന് ഇറങ്ങി നേരെ വൈറ്റ് റോക്കിലേക്ക് പോയി. വൈറ്റ് റോക്ക് എന്ന് പറയുമ്പോൾ പാലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ വന്ന വഴി തന്നെ നേരെ മുമ്പോട്ട് നടക്കണം. അപ്പോൾ വലത് സൈഡിലായിട്ടാണ് ഈ കല്ല് കിടക്കുന്നത്. ഈ കല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏകദേശം 486 ടണ്ണാണ് ഇതിൻ്റെ വെയിറ്റ്. വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞ് പാളികൾ ഒഴുകി വരുന്ന കൂട്ടത്തിൽ ഒഴുകി വന്ന ഒരു കല്ലാണ്. ആ കല്ല് ഇവിടെ വന്ന് ഡെപ്പോസിറ്റായി. അത് നല്ല വലിപ്പമുള്ള കല്ലാണ്. പണ്ട് കാലത്ത് ഈ പക്ഷികളൊക്കെ കാഷ്ടിച്ച് വെച്ചിരുന്ന അതിൻ്റെ മുകളിൽ വെള്ള കളറിൽ, അതായത് കക്കകളൊക്കെ തിന്നുന്ന പക്ഷികളുണ്ടല്ലോ, കാര്യം ഇതിൻ്റെ മുകളിൽ സാധിച്ചു വെക്കും. അപ്പോൾ ഇത് ഫുള്ള് വൈറ്റ് കളറിലിരിക്കും. ഈ വൈറ്റ് കളർ റോക്കിനെ കടലിൽ പോകുന്ന ആൾക്കാർ തിരിച്ചു വരാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ലൈറ്റ് ഹൗസ് ഒക്കെ പോലെ അവർ യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ വൈറ്റ് റോക്ക് കണ്ട് അവർ ദൂരെ നിന്ന്
അത് ലക്ഷ്യം വെച്ച് കരയിലേക്ക് വരും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷികൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ മറ്റോ ഗവൺമെൻറ് ഇടപെട്ട് അതിൽ ഫുള്ള് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് വെള്ള കളറിൽ. പിന്നെ ഇപ്പോൾ അവർ ഗ്രാഫിറ്റി വർക്കൊക്കെ ചെയ്യുക, അതായത് ആർട്ട് വർക്കൊക്കെ അതിന് മുകളിൽ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെന്ന് ഇങ്ങനെ പറയപ്പെടുന്നു. വൈറ്റ് റോക്കിന് ചുറ്റും നടന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തു. അത് നല്ല വലിപ്പമുള്ളതാണ്. കുറച്ച് പേരൊക്കെ അതിൻ്റെ മുകളിൽ കയറാൻ ശ്രമിച്ചു. കുറച്ച് പേര് അതിൻ്റെ മുകളിൽ കയറി, കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പതുക്കെ ഇറങ്ങി. ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കുറച്ച് നേരം കടൽ തീരത്ത് പോയി ഇരുന്നു. കുറച്ച് നല്ല കാറ്റൊക്കെ കൊണ്ടു. അന്നേരം എല്ലാവരുടെയും മനസ്സിലെ കുട്ടി ഉണർന്നു. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ ഇരുന്ന കല്ലൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് പതുക്കെ എടുത്തെറിഞ്ഞ്, പണ്ട് നമ്മൾ കല്ല് തെറിപ്പിക്കുകയല്ലായിരുന്നു വെള്ളത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ ചെരിച്ചെറിഞ്ഞിട്ട്, അതുപോലെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ചെയ്യാൻ തുടങ്ങി. ഇനി അതൊരു ഫണ്ണായി. ഞങ്ങൾ കുറേ നേരം അങ്ങനെ ചെയ്തു. പിന്നെ മടുത്ത് കഴിഞ്ഞപ്പോൾ ഓർത്ത് എന്നാൽ ഇനി തിരിച്ചു പോകാം, വിശക്കാൻ തുടങ്ങി, എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിരിച്ച് ആ റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടന്നു. അപ്പോഴാണ് ആ ട്രെയിൻ വരുന്ന ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം മെമ്മറി പോലെയാണ്. ഈ മെക്സിക്കോ വഴിയൊക്കെ ആൾക്കാർ കഷ്ടപ്പെട്ട് പോകേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ട്രെയിനിൻ്റെ മുകളിൽ എങ്ങനെയും ഒന്ന് കയറി പറ്റാൻ പറ്റിയ അവർക്ക് ബോർഡർ കടന്ന് അമേരിക്കയിൽ ചെല്ലാം. അത്ര തീവ്രമായ ആഗ്രഹമുള്ളവർക്ക് കാനഡ വന്നിട്ട് അതുവഴി അമേരിക്കയിൽ പോകുന്നതാണ് എളുപ്പം തോന്നുന്നു. വെറുതെ പറഞ്ഞാണ് കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. ബോർഡറിൽ അതിശക്തമായ സെക്യൂരിറ്റിയാണ്. പീസ് ആർച്ച് എന്ന് പറഞ്ഞൊരു ബോർഡറിലാണ് ഇത് ചെല്ലുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാം. ഈ റെയിൽവേ ലൈനിൻ്റെയും കടലിൻ്റെയും ഒക്കെ സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ്. ചിലർ പടം വരയ്ക്കുന്നു, ചിലർ ചിത്രം വരയ്ക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ചിത്രം വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോട്ടെ. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എടുത്തു. അവർ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. എനിക്ക് ചിലർ വർക്ക് ചെയ്യുന്നു, എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റും. ഈ കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നേരെ ചെന്ന് ആദ്യം ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ തന്നെ നോക്കി വെച്ചിരുന്നതാണ് ഒരു ഹോട്ട് ഡോഗ് ഷോപ്പ്. മണ്ണിനുള്ളിൽ സോസേജ്, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് ചില്ലി, പിന്നെ കുറച്ച് സോസുകൾ, മയണൈസ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഹോട്ട് ഡോഗ് ഉണ്ട്. അപ്പോൾ അത് മേടിച്ച് എല്ലാവരും ഹോട്ട് ഡോഗ് കഴിച്ചു. ഒരാൾ തൊട്ടിപ്പുറം ഇരുന്ന് വയലിൻ വായിക്കുന്നുണ്ട്. അവരുടെ ജീവിതമാർഗ്ഗമാണ്. അവർ വൈകിട്ട് അവിടെ വരുന്നു, അവർ വയലിനെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കൊക്കെ വായിക്കുന്നു. കുറച്ച് പേരൊക്കെ പൈസ ഇട്ട് കൊടുക്കുന്നു, എല്ലാവരും തിരിച്ചു പോകുന്നു. ആ ചേട്ടനും ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ സൈഡിൽ മാറിയിരുന്ന് ഈ പാട്ടൊക്കെ കേട്ട് ഹോട്ട് ഡോഗൊക്കെ കഴിച്ച് പതുക്കെ തിരിച്ചു പോകാൻ ഒരുങ്ങി. ഒരു 6:30-7 ആയപ്പോൾ അന്നേരം തോന്നി വന്ന ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചേക്കാം. തൊട്ടടുത്ത് കണ്ട ഒരു ഐസ്ക്രീം കടയിൽ പോയി ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. ബട്ട് കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം തോന്നി. മൊത്തം കഴിച്ച് തീർത്തു. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി ഭയങ്കര ക്ഷീണമായിരുന്നു. അങ്ങനെ തിരിച്ചൊരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. ഡ്രസ്സൊക്കെ മാറി ഒന്ന് കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ അടിപൊളി ഒരു യാത്രയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും സ്ട്രെസ്സും പ്രഷറും ഒക്കെ നമുക്ക് ഉണ്ടാകും, ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെ ഒക്കെ. പക്ഷേ ഇതൊക്കെ മറക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ കുടുംബമായിട്ട് പോകണം. കുടുംബമായിട്ടുള്ള ഒരു ബോണ്ടിങ് കൂട്ടാനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവിടെ വരുന്ന ആൾക്കാർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്കും എല്ലാ നാട്ടിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ വേണം. എല്ലായിടത്തും ബീച്ച് ഉണ്ടാകാൻ പറ്റത്തില്ല, പക്ഷേ എല്ലായിടത്തും ഒരു പാർക്കോ അതുപോലുള്ള സംവിധാനങ്ങൾ വേണം. ആൾക്കാർക്ക് കൂട്ടമായിട്ട് പോയിരിക്കാനും കുറച്ച് സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഉള്ളത് വേണം എന്ന് എനിക്ക് തോന്നി. നിങ്ങളും എൻ്റെ കൂടെ ഈ യാത്ര വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവായി കൺസിഡർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഗുഡ് ബൈ.